എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ ബിഗ് ബാങ് തിയറി അനുകൂലിക്കാത്തത്? എൻ്റെ ഒരു സുഹൃത്ത് പണ്ടനോട് ചോദിച്ച ചോദ്യമാണ്. പക്ഷേ ഇവിടുത്തെ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവ് തന്നെ ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു, പള്ളിയിലച്ഛനാണ്. ജോർജ് ലമേത്ര എന്ന ഒരു പള്ളിയിലച്ഛനാണ് ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവ്. അദ്ദേഹം ഒരു ബെൽജിയംകാരനായിരുന്നു. പ്രപഞ്ചത്തിന് ഒരു ആരംഭമുണ്ട് എന്ന് ശാസ്ത്രീയമായി വാദിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ള മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരെ ആദ്യമൊക്കെ അദ്ദേഹത്തെ എതിർത്തെങ്കിലും പിന്നീട് അദ്ദേഹത്തെ ഏറെ ബഹുമാനിച്ചു. പക്ഷേ നിരീശ്വരവാദികളായ പല ശാസ്ത്രജ്ഞന്മാരും അദ്ദേഹത്തെ എതിർത്തു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ മതവിശ്വാസമാണ് പ്രപഞ്ചത്തിന് ആരംഭമുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വാദത്തിന് കാരണമായത് എന്ന് സന്ദേഹിച്ചു. ഈ ബിഗ് ബാങ് എന്നുള്ള പേര് തന്നെ വരുന്നത് നിരീശ്വരവാദിയും സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ വക്താവുമായിരുന്ന ഫ്രെഡ് ഹോയല് ഒരു പരിഹാസ രൂപേണ പറഞ്ഞതാണ് ബിഗ് ബാങ്. പിന്നീട് അത് ആ തിയറിയുടെ പേരായി മാറി. കത്തോലിക്ക സഭ ബിഗ് ബാങ് തിയറിയെ എതിർക്കുന്നു എന്ന് പറയുന്ന നിരീശ്വരവാദികൾ മനസ്സിലാക്കുക, കത്തോലിക്ക സഭ ബിഗ് ബാങ് തിയറിയെ എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവ് തന്നെ ഒരു പള്ളിയിലച്ഛനാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ബിഗ് ബാങ് തിയറി പ്രപഞ്ചത്തിന്റെ ആരംഭത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇതിനെ എതിർത്തതും പരിഹസിച്ചതും നിരീശ്വരവാദികളായ നിങ്ങൾ തന്നെയാണ്.